ഓം നമോ വാരാഹി. എല്ലാവർക്കും നമസ്കാരം. വാരാഹി അമ്മയെ പറ്റിയുള്ള വീഡിയോസും ആളുടെ ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ യൂട്യൂബിൽ വളരെ സുലഭമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് വാരാഹി അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നത്, ആളുടെ മിറാക്കിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പോലെ നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യാലോ, അതുപോലെ ഒരു ദിവസം യൂട്യൂബിൽ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് വാരാഹി അമ്മയുടെ വീഡിയോസൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാരാഹി അമ്മ വിചാരിക്കാതെ നമ്മൾക്ക് ആളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ വിചാരിക്കണം, ഓക്കെ ആൾ വരാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ കണ്ണിൽ ആളെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ണിൽ പെടുക, അതിലേക്ക് ഇൻട്രസ്റ്റ് തോന്നുക, പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വിട്ടു. ഓക്കെ ഒന്നും ശരിയാവില്ല. കാരണം ക്യാപ്ഷൻസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരാഹി അമ്മയെ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് അത് നേടാം ഇത് നേടാം, പണം വരാൻ പെട്ടെന്ന്, അങ്ങനെയുള്ള ക്യാപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് കാര്യം നടക്കണം എന്നുണ്ടെങ്കിലും അതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനത് സ്ക്രോൾ ചെയ്ത് വിട്ടു, ഞാനത് നോക്കിയില്ല. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഒരു അങ്ങനെ ഒരു ദിവസം ഓക്കെ എനിക്കത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എൻ്റെ ഇഷ്ടദൈവമൊക്കെ വേറെയാണ്, എന്നാലും എന്തോ ഒരടുപ്പം, കൂടുതൽ അറിയണം അമ്മയെപ്പറ്റി, അങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് കണ്ടു, നല്ല നല്ല വീഡിയോസ് കണ്ടു. ഇങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കണം അങ്ങനത്തെ സംഭവമല്ല, അല്ലാതെ എന്താണ് വാരാഹി അമ്മ, എന്താണ് ഹിസ്റ്ററി, എങ്ങനെയാണ് ഒറിജിൻ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അങ്ങനെ ഞാൻ നാമങ്ങളൊക്കെ ജപിച്ചു തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ജപിച്ചു തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയമായി. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഒരു ദൈവത്തിനെ ഇഷ്ടദൈവമായിട്ട് കൊണ്ടു നടന്ന് ഇത്ര കാലം ഇതേ വരെ ഒരു ദൈവത്തിനെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എനിക്ക് വളരെയൊരു സർപ്രൈസായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഷീ ഹാസ് സം പവർ. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്താണ്, അതായത് എത്രയും പെട്ടെന്ന് ആൾ നമ്മളെ ഇതാക്കുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീണ്ടും 2 നേരവും നാമജപം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമതും എൻ്റെ സ്വപ്നത്തിൽ വന്നായിരുന്നു ആൾ. അതെൻ്റെ കുഞ്ഞിൻ്റെ രൂപത്തിലാണ് വന്നത്. എന്നിട്ട് പെട്ടെന്ന് വാരാഹിയമ്മയായിട്ട് മാറുന്ന ഒരു രൂപത്തിലാണ് വന്നത്. ആളിങ്ങനെയാണ്, ആൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സ്വപ്നങ്ങളിൽ വന്ന് നമ്മളോട് സംസാരിക്കും. പിന്നെ ആൾ തന്നെ എന്നോട് പറഞ്ഞു, അതായത് നമ്മുടെ മനസ്സിൽ തോന്നിക്കും ആൾക്ക് എന്താണോ വേണ്ടത് നമ്മളിൽ നിന്ന്, അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു സംഭവമാണ്. അതായത് ആദ്യം ഒരു വാഴയിലയിൽ ചെമ്പരത്തിപ്പൂ വെക്കാൻ പറഞ്ഞു എന്നോട്. അതപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരു സ്പേസ് ഞാൻ കണ്ടെത്തിയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഒരു ചെമ്പരത്തിപ്പൂ വെച്ചുള്ളൂ, പിന്നെ എനിക്ക് തന്നെ തോന്നി ഒരു 3 എണ്ണം വയ്ക്കാം, പിന്നെ ഒരു 5 എണ്ണം വയ്ക്കാം. ഇപ്പം ഞാൻ ചെമ്പരത്തിപ്പൂവിൻ്റെ ഉള്ളിൽ ശംഖുപുഷ്പം കൂടി വെച്ചിട്ടുണ്ട്. വീട്ടിലുള്ളത് കൊണ്ട് വെച്ചതാണ്, വേറെ ഒന്നുമല്ല, അങ്ങനെ തോന്നി വെച്ചതാണ്. ഇന്നലെ മുതൽ ഞാൻ ആൾക്ക് വെള്ളവും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിൽ തോന്നി, അങ്ങനെ ഒരു പാത്രത്തിൽ അമ്മയ്ക്ക് വെള്ളം വെക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ഇന്നലെ തൊട്ട് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.